നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി തിങ്കളാഴ്ച തുടങ്ങിയ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് മത്സരം വിവാദത്തിൽ. മത്സരത്തിലെ ചോദ്യങ്ങൾ പൂർണ്ണമായും ഇടതു സർക്കാരിന്റെ പരസ്യ പ്രചാരണമാണെന്നും പല ചോദ്യങ്ങളുടെ ഉത്തരം മുഖ്യമന്ത്രി എന്നാണെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ KPSTA രംഗത്ത് വന്നിരുന്നു. അതിദാരിദ്ര്യമുക്തമായ കേരളത്തെ പ്രഖ്യാപിച്ചതാര് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുട്ടികളിൽ നിർബന്ധപൂർവ്വം രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണം കോൺഗ്രസ് സംഘടന ഉന്നയിച്ചു. SSLC, ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കരിക്കുലത്തിന് പുറത്തുള്ള വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ക്വിസ് അവരെ കൂടുതൽ സങ്കീർണതയിലേക്ക് തള്ളിവിടുമെന്നാണ് അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നത്. കുട്ടികളുടെ മാനസികാവസ്ഥ ഉൾക്കൊണ്ട് പരിപാടി അടിയന്തരമായി പിൻവലിക്കണമെന്ന് KPSTA സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയുണ്ടായി. സ്കോളർഷിപ്പുകൾ അടക്കം പലതും വർഷങ്ങളായി കുട്ടികൾക്ക് കിട്ടുന്നില്ല. ഉച്ചഭക്ഷണ തുക കിട്ടണമെങ്കിൽ ഹൈക്കോടതിയിൽ പോകേണ്ട സാഹചര്യം. പൊതുപരീക്ഷാ വാല്യുവേഷൻ തുക പോലും നൽകാൻ തയ്യാറാകാത്ത സർക്കാരിന്റെ ലക്ഷങ്ങൾ വാഗ്ദാനം നൽകിയുള്ള ക്വിസ് ആശങ്കയോടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ വിദ്യാർത്ഥി സംഘടന അവകാശപ്പെടുന്നു. CM ക്വിസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണം. പിൻവലിക്കാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭവും നിയമ പോരാട്ടവും നടത്തുമെന്നാണ് ഈ സംഘടനാ അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് വലിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇടത് സർക്കാർ നേട്ടങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ. ഇതിന്റെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മുഖ്യമന്ത്രി എന്നാണ്. ചോദ്യങ്ങൾക്കെതിരെ കോൺഗ്രസ് അധ്യാപക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള ചോദ്യാവലിയാണ് വിവാദത്തിന് കാരണമായത്. മത്സരത്തിന് പഠിക്കാൻ സർക്കാർ തയ്യാറാക്കിയ എന്റെ കേരളം പുസ്തകത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഇടത് സഹയാത്രികരുടെയും ലേഖനങ്ങളും IAS ഉദ്യോഗസ്ഥരുടെ കുറിപ്പുകളുമാണ് ഉള്ളത്. അതേസമയം കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനത്തിനെതിരെ LDFന്റെ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്ര പദ്ധതികളിൽ കേരളത്തിന് കിട്ടേണ്ട തുകകളിലെ 2025 സെപ്റ്റംബർ വരെയുള്ള കുടിശ്ശിക മാത്രം ഒരുപാടുണ്ട്. എങ്ങനെയൊക്കെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ നോക്കുന്നതെന്നും ഈ മാസം മുതൽ മാർച്ച് വരെ 3 മാസ കാലയളവിൽ സംസ്ഥാനത്തിന് വിനിയോഗിക്കാൻ കിട്ടേണ്ട തുകയുടെ പകുതിയിലധികം തുകയാണ് കേന്ദ്രം ഏറ്റവും ഒടുവിൽ വെട്ടിക്കുറച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ 3 മാസത്തേക്ക് 12,000 കോടി രൂപയാണ് കിട്ടേണ്ടിയിരുന്നത്. തനത് വരുമാനങ്ങൾക്ക് പുറമെ ഈ വായ്പയും കൂടി എടുത്താണ് അവസാന മാസത്തെ ചെലവുകൾ നിർവഹിക്കേണ്ടത്. ഇതിൽ 5,000 കോടി രൂപ ഒരു നീതീകരണവുമില്ലാതെ നിഷേധിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മോദി സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് മുൻകാലങ്ങളെക്കാൾ വലിയ തോതിൽ വിഹിതം നൽകിയെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. എന്നാൽ ധനകാര്യ കമ്മീഷനുകൾ വഴിയുള്ള വിഹിത വിതരണം ആരുടെയും ഔദാര്യമല്ലെന്നും ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളും മാനദണ്ഡങ്ങളും കൈകടത്തി കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.